ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പാലാ രൂപതയും. മാരക ലഹരി വസ്തുക്കളുടെ ഉപയോഗം യുവതലമുറയെ മാത്രമല്ല മനുഷ്യകുലത്തെ ഒന്നാകെ നാശത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് രൂപതയിലെ 171 ഇടവകകളിലെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ മഹാസമ്മേളനം നടത്തിയത്. മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിനെതിരെ പൊതുജനങ്ങളെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുൻകൈയെടുത്താണ് പാലാ ലാലം സെൻറ് മേരീസ് പഴയ പള്ളി പാരിഷ് ഹാളിൽ 2025 ഏപ്രിൽ 6 ഞായറാഴ്ച 2 മണിക്ക് ഈ മഹാസമ്മേളനം നടത്തിയത്. ഈ മാരക വിപത്തിനെതിരെ ഒരു യോദ്ധാവിനെ പോലെ നമുക്ക് പോരാടാം. നമ്മളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നേക്കുമായി ഇല്ലാതാക്കണം. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കേരള പോലീസിൻ്റെ യോദ്ധാവിനെ അറിയിക്കുമല്ലോ. വാട്സാപ്പ് നമ്പർ 9995966666. ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു സമ്മേളനമാണ്. നമുക്കറിയാം, നമ്മുടെ നാട് ഇന്ന് നേരിടുന്ന ലഹരി കൊണ്ട് വീർപ്പുമുട്ടുന്ന അപകടകരമായ ഒരു സാഹചര്യം. ഇത് ഓരോ ദിവസം തോറും വളർന്ന് ആർക്ക് എപ്പോഴ് ജീവഹാനി സംഭവിക്കുമെന്ന് പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ മദ്യവും അതിനേക്കാളേറെ രാസലഹരികളും നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. സന്തോഷം തോന്നുന്നു ഒരു മദ്യ ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ ഹാള് നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ എത്തിയിരിക്കുന്നതിൽ. ഇത് അഭിമന്യനായ പിതാവിൻ്റെ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഒരു പൾസ് നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏത് ലഹരി വിരുദ്ധ സമ്മേളനവും ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചാൽ അവിടെ ഹാള് നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ രഹസ്യം? നിശ്ചയമായും നമ്മുടെ സാധാരണ ജനത്തിന് ഭയപ്പാടുണ്ടായി തുടങ്ങിയിരിക്കുന്നു. അച്ഛനിവിടെ സൂചിപ്പിച്ച പോലെ ആരെ ആക്രമിക്കുമെന്ന് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോ 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. പിതാവൊക്കെ അത് വലിയ ഗൗരവത്തോടെ സംസാരിക്കും. ഞാനിവിടെ ചുരുക്കുക. 8, 9, 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെയാണ് ഇവര് ക്യാരിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായ തീരുമാനങ്ങളും വ്യക്തമായ ചുവടുവെപ്പുകളുമായി നമ്മൾ ലഹരിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയേ മതിയാകൂ. അതിനായിട്ടുള്ള ചുവടുവയ്പ്പാണിത്. നമുക്കിടയിൽ നിന്ന് ആരംഭിച്ച ഈ ദീപശിഖയാണ് ഇവിടെ ബഹുമാനപ്പെട്ട കല്ലറങ്ങാട്ട് പിതാവ് ഇവിടെ തെളിയിക്കുന്നത്. ഇതിൽ നിന്ന് പടരുന്ന തീവ്രതയുടെ ലഹരിക്കെതിരെയുള്ള പരിശ്രമങ്ങളുടെ ഈ തീ നമുക്ക് അണയാതെ കാത്തു സൂക്ഷിക്കാം. ലഹരി തൊട്ടുപോകരുത് എന്ന് നമ്മളുടെ ഗവർണർ പലതവണ പറയുകയുണ്ടായി. ഇത്തരം സമ്മേളനങ്ങൾ പ്രതിരോധ വകുപ്പുകളാണ്. പ്രതിരോധിക്കേണ്ടത് നിങ്ങളാണ്. രൂപതയുടെ ജാഗ്രതാ സെല്ലുകൾ പോലെ അടുത്ത ആഴ്ച മുതൽ പ്രവർത്തിക്കേണ്ടതും നിങ്ങളാണ്. എങ്കിൽ മാത്രമേ ഈ വിപത്തിനെ നമുക്ക് തടയാനായിട്ട് സാധിക്കുകയുള്ളൂ. മയക്കുമരുന്ന് വിപണിയിലെ
ആളുകൾ വലിയ സംഘടിത സ്വഭാവമുള്ള വിതരണ ശൃംഖലക്കാരാണ്. ഈ ഒഴുക്കിനെതിരെയാണ് നമ്മൾ ശക്തി പ്രാപിക്കേണ്ടത്. ലഹരിയില്ലെങ്കിൽ ഒരു ത്രില്ല് ഇല്ല എന്ന ഒരു ചിന്ത തന്നെ യുവാക്കന്മാരുടെയും മുതിർന്നവരുടെയും എല്ലാം മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. മാതാപിതാക്കളും അധ്യാപകരും വൈദികരും സമർപ്പിതരും സർവോപരി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുമെല്ലാം ഒന്നിച്ച് ഈ വിപത്തിനെ നേരിട്ടാൽ മാത്രമേ നമുക്ക് വിജയം കാണാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പിന്നിൽ വെറുപ്പ് രാഷ്ട്രീയമുണ്ട്, വ്യാപകമാകുന്ന മതസ്പർദ്ധകളുണ്ട്, തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ചിന്തകളുണ്ട്, വ്യാപകമാകുന്ന ജാതി ചിന്തകളുണ്ട്, സഭയോടുള്ള എതിർപ്പുണ്ട്, സിനിമകളോടും സീരിയലുകളോടുമുള്ള അമിതമായ അടുപ്പമുണ്ട്. അങ്ങനെ നിരവധിയായ കാരണങ്ങളുണ്ടാകാം. വാളും തോക്കും ചുറ്റികയും എടുത്ത് ഇറങ്ങുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആരെയെങ്കിലും കൊന്നാൽ സിനിമ വിജയിച്ചു, പ്രേക്ഷകർക്കും സന്തോഷമായി എന്ന മട്ടിലാണ് നമ്മളുടെ സാമൂഹിക സാംസ്കാരിക മേഖലയും മുൻപോട്ട് പോകുന്നത്. ഒരു ജ്വാല ആണ് നിങ്ങൾ കൊണ്ടുവന്നത്. ആ ജ്വാല കത്തി പടരണം. അത് നമുക്ക് നല്ല വിജിലൻസ് സെല്ലായിട്ട്, ജാഗ്രത സമിതികളായിട്ട് നിങ്ങൾ ഈ 171 ഇടവകളിലും പ്രവർത്തനക്ഷമമാകുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷ നൽകും. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മാനവരാശിയെ മാരകമായി നശിപ്പിക്കുന്ന മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം എന്നീ തിന്മകൾ ഞാൻ വെറുക്കുന്നു. അവയ്ക്കെതിരെ ഉണർന്നു പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആരോഗ്യത്തെയും കുടുംബ സമാധാനത്തെയും നാടിൻ്റെ പുരോഗതിയെയും തകർക്കുന്ന ഈ തിന്മകൾക്ക് ഞാൻ ഒരിക്കലും അടിമയാകില്ല. അവയ്ക്ക് ഇടം നൽകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ ഒഴിവാക്കും. ലഹരിക്ക് അടിമകളായവരെ പിന്തിരിപ്പിക്കുവാൻ ഞാൻ പരിശ്രമിക്കും. മാനസികവും ശാരീരികവുമായി ആരോഗ്യമുള്ള തലമുറയ്ക്കായി ഞാൻ അധ്വാനിക്കും. എൻ്റെ നാടിൻ്റെ ക്ഷേമത്തിനായി ഞാൻ എന്നെ വിശുദ്ധമായി സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് കരുതി ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. ഈശോ എന്ത് ചിന്തിക്കും എന്ന് കരുതി ചിന്തിച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നന്മയായിട്ട് ചെയ്യുവാനായി സാധിക്കും. ആകയാൽ നമ്മുടെ ഉള്ളിലുള്ള തുറന്നുള്ള സംസാരം, സ്നേഹം, സമുദായത്തോടുള്ള സ്നേഹം, പരിശുദ്ധ കുർബാനയുള്ള സ്നേഹം വളർത്തിക്കൊണ്ട് ഈ ലഹരിക്കെതിരെ, മദ്യത്തിനെതിരെ, തിന്മയ്ക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. നല്ലത് കാണുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് പഠിക്കുവാനും ഈ അവധിക്കാലത്ത് നമ്മുടെ കുട്ടികളെയും യുവജനങ്ങളെയും നമുക്ക് പ്രാപ്തരാക്കാം. അതിനുള്ള നമുക്ക് ഒരുമിച്ച് ഈ പോരാട്ടത്തിൽ പങ്കുചേരാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥത്തിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം ഒരു വലിയ ജാഗ്രതയുടെ കൂട്ടായ്മയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്, നിങ്ങൾ അരമുറക്കിയും വിളക്ക് കത്തിച്ചും സദാ ജാഗരൂകരായിരിക്കും. ലൂക്കായുടെ സുവിശേഷം. നമ്മുടെ ചൈതന്യവും നമ്മുടെ പാരമ്പര്യവും ജാഗ്രതയുടേതായിരുന്നു. ജാഗ്രത നമുക്ക് നഷ്ടപ്പെട്ടു. അത് കുടുംബങ്ങളിൽ തുടങ്ങി അയൽപക്ക ബന്ധങ്ങളിൽ, നമ്മുടെ ഇടവക കൂട്ടായ്മകളിലെല്ലാം. അതിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് അഭിനന്ദി പിതാവും ഈ നിമിഷം നമ്മളോട് സംസാരിച്ചതുമല്ല. അതുകൊണ്ട് ഈ നിമിഷം നമുക്കും പ്രാർത്ഥനയോടെ ജാഗ്രതയോടെ ഉണർന്നിരിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ജാഗ്രതയുടെ എല്ലാ മേഖലകളെയും ഉണർവുള്ള ഒരു ഉന്മേഷത്തിൻ്റെ സ്ഥലങ്ങളാക്കി രൂപപ്പെടുത്താം. ഈ അടുത്ത പിതാവേ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികളെ, നമ്മൾ ഈ മീറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ശ്രവിച്ച ഈ പ്രസംഗങ്ങൾ നമ്മളെ ഏറ്റവും പ്രബുദ്ധരാക്കിയിട്ടുണ്ട്. ഇച്ഛാശക്തിയുള്ള
ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടാകണം. ഈ സമൂഹത്തോടും രാജ്യത്തോടും ഈ ജനങ്ങളോടും പ്രതിബദ്ധതയുള്ള അധികാര സമൂഹവും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പരിശ്രമവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വലിയ വിപത്തിനെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വരും തലമുറയ്ക്ക് ഏറ്റവും ഭീഷണിയായി ഉയർന്നു വന്നിരിക്കുന്ന മദ്യലഹരി മാഫിയകളെ ഒതുക്കാൻ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ആവശ്യമായിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ സമ്മേളനത്തിന് എല്ലാവിധ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ നാട്ടിൽ നിന്ന്, സമുദായത്തിൽ നിന്ന്, യുവാക്കളിൽ നിന്ന്, കുട്ടികളിൽ നിന്ന് ലഹരിയുടെ വേരുകൾ മുഴുവനായും പിഴുതെറിയുവാൻ നമുക്ക് എന്താണ് പ്രായോഗികമായി ചെയ്യുവാൻ സാധിക്കുന്നത്? ഇത് നിങ്ങളോട് ചോദിക്കുകയാണ്. മേരി ജോസഫ്, ഞാൻ തീക്കോയി ഭവനായിലെ മാവടി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ ഈ മയക്കുമരുന്നിനെ നമുക്ക് നിരോധിക്കാൻ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. കാരണം നമുക്കൊരു വിവാഹമോ അല്ലെങ്കിൽ ഒരു കയറി താമസമോ അല്ലെങ്കിൽ കുട്ടികളുടെ രാത്രി കുർബാനയോ എന്തുണ്ടെങ്കിലും അച്ഛന്മാരൊക്കെ പള്ളി പറയും, നിങ്ങൾ രാത്രി കുർബാനയ്ക്ക് ദയവ് ചെയ്ത് മദ്യം നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കരുതെന്ന്. പക്ഷേ ഒരു മുറി അതിന് മാത്രമായിട്ട് മാറ്റിവെക്കുന്ന പല വീടുകളും എപ്പോഴും പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെയാണ് ഇത് ആരംഭിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ മരിച്ചടക്ക് നടക്കുന്നുണ്ട്. മൃതസംസ്കാരത്തിന് ആൾക്കാർ വന്നു കൂടുമ്പം തലേദിവസം രാത്രിയിലും അവിടെ തള്ളിക്കയറി വരും. മഠങ്ങളിലോട്ടൊന്നും വന്നില്ല കേട്ടോ. അങ്ങനെ വീടുകളിൽ മരിച്ചടക്കിന് വേണ്ടിയിട്ട് ആൾ കൂടുമ്പോഴും അവിടെ ഈ സാധനം കുടിച്ച് അപ്പടി പ്രാർത്ഥനയുടെ ഭാവത്തിൽ ഇത് കയറി വരുന്നുണ്ട്. അങ്ങനെ ആദ്യകുർബാന സ്വീകരണത്തിനും മരിച്ചടക്കിനും എന്ത് ആഘോഷങ്ങൾ നടത്തുന്ന അവിടെയെല്ലാം ഇങ്ങനെ കയറി വരുന്നതിനെ അത് ആ കുടുംബനാഥന്മാർ പ്രത്യേകം ശ്രദ്ധിച്ച് അങ്ങനെയുള്ള ആഘോഷങ്ങളിൽ വേണ്ടത് ചെയ്യാൻ വികാരിമാരോട് മരിച്ചടക്കം അറിയിച്ചു വരുമ്പോഴും ആദ്യകുർബാന സ്വീകരണത്തിൻ്റെ സന്ദർഭങ്ങളിലും വികാരിമാർ അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്താൽ ഉപകാരമായിരുന്നു.